ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ സംസ്കാരം തീരുമാനിക്കേണ്ടത് അവിടുത്തെ റിലീജിയസ് ലീഡേഴ്സാണ്, സർക്കാരല്ല, കോടതിയല്ല എന്നാണ് ഇപ്പോൾ ഈ സർക്കാർ പറയുന്നത്. അപ്പോൾ 2018 ഈ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ലേ? എവിടെ പോയി? ഇത് പെട്ടെന്ന് ഇലക്ഷൻ്റെ മുമ്പിലാണല്ലോ ഇവരുടെ ബുദ്ധിയെല്ലാം വരുന്നത്. ഞാനിപ്പോൾ വായിച്ചതാണ്. ഇപ്പോൾ ഞാൻ വലിയ ലോയറൊന്നുമല്ല, ഒരു പണ്ഡിതനൊന്നുമല്ല, പക്ഷെ അത് വായിക്കുമ്പോൾ ഒരു 100% അവരുടെ യൂ ടേണാണ്. 2018 എത്രയോ വിശ്വാസികളെ ദ്രോഹിച്ച് കേസ് ഫയൽ ചെയ്ത് ജയിലയച്ച ഈ സർക്കാർ, അതിൻ്റെ ഒപ്പം ഈ കോൺഗ്രസ് പാർട്ടി 2 കൊല്ലം അവരുടെ വെബ്സൈറ്റിൽ ഇത് നടക്കണം എന്ന് പറഞ്ഞ് നടന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇലക്ഷന് മുമ്പ് ഇവരെല്ലാവരും ബുദ്ധിമാന്മാരും പെട്ടെന്ന് അവർക്ക് കിട്ടുന്നു, ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു, യൂ ടേൺ ചെയ്യുന്നു. ഇതെല്ലാം ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇലക്ഷന് വേണ്ടി ഇലക്ഷന് മുമ്പ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു തന്ത്രം. ഞങ്ങൾ ഒരു ഒറ്റ പാർട്ടിയുള്ളൂ കേരളത്തിൽ ശബരിമല വിശ്വാസികളെ സംരക്ഷിക്കാൻ ഇറങ്ങി 2018 മുതൽ ഇന്ന് വരെ ആത്മാർത്ഥമായി ഒരു പൊളിറ്റിക്സ് ഒന്നും നോക്കാണ്ട് സംരക്ഷിക്കുന്ന ഒരു ഒറ്റ പാർട്ടിയാണ് BJP NDA. ഇന്നും ഞാൻ പറയുന്നു, ഇത് ശരിക്കും അവർ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിന് മുമ്പിൽ BJP നടത്തിയ പ്രോഗ്രാമിൽ ഞങ്ങൾ പറഞ്ഞതാണ്, 3000 കൂടുതൽ കേസുകളുണ്ട്, അത് പിൻവലിക്കുക. പിന്നെ ശബരിമലയിൽ പോയിട്ട് മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടീൻ്റെ നേതാക്കന്മാരെല്ലാം പോയി മാപ്പ് ചോദിക്കുക. ഇതല്ല ചെയ്യേണ്ടത്. ഇതല്ലാണ്ട് ഓരോരോ തന്ത്രങ്ങളും ഓരോരോ സ്റ്റണ്ട് ചെയ്ത് ജനങ്ങൾ വിഡ്ഢിയാക്കുന്ന ഈ രാഷ്ട്രീയം നിർത്തണം എന്നാണ് ഞങ്ങളെല്ലാവരും അഭ്യർത്ഥന.